സാറിപ്പോൾ ഈ പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ GFC. അതെന്താ സംഭവം? GFC എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു PRPയെക്കാളും ഒരു സ്റ്റെപ്പ് മുന്നിലുള്ള ഒരു സംഭവമാണ്. PRPയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണല്ലോ. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മുടെ ശരീരം വന്നിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് പറയും. പ്ലേറ്റ്ലെറ്റിൻ്റെ 6 ടൈംസ് കൂടിയിട്ടുള്ളതാണ് PRP ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ആക്ടിവേഷൻ നടത്തുന്നത് ബോഡിയിൽ നിന്ന് തന്നെയായിരിക്കും. GFCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവേഷൻ ഓൾറെഡി നമ്മൾ നടത്തിയിട്ടാണ് ഈ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ഷൻ വരാനായിട്ട് കുറച്ചും കൂടി പെട്ടെന്ന് ഉണ്ടാവും. PRP ചിലപ്പോൾ നമുക്കൊരു 3 ആഴ്ചയൊക്കെ എടുക്കുമെങ്കിൽ GFC പെട്ടെന്ന് ആക്ടിവേഷൻ നടത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു PRP. പിന്നെ പക്ഷേ GFCയുടെ ഒരു കുഴപ്പം കുറച്ച് കോസ്റ്റ് കൂടും. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 4ാമത്തെ സ്റ്റേജുകാരെക്കാൾ ഉപരിയായിട്ട് 2ാമത്തെയോ 3ാമത്തെ സ്റ്റേജുകാർക്കാണ് നല്ലത്. കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് 2ാമത്തെ 3ാമത്തെ സ്റ്റേജുകാർക്കാണ്. അപ്പോൾ GFC ഈസ് ബെറ്റർ ദാൻ PRP എന്നാണ് പുതിയ സ്റ്റഡീസൊക്കെ പറയുന്നത്.